സമീപകാലങ്ങളിൽ വാക്സിൻ എടുത്ത ശേഷവും 3 കുട്ടികളുടെ ജീവനാണ് കേരളത്തിലാകെ നഷ്ടമായിട്ടുള്ളത്. വാക്സിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ഉൾപ്പെടെ ആശങ്കകൾ ഉയരുന്നുണ്ട്. വാക്സിൻ്റെ ഫലപ്രാപ്തിക്കൊപ്പം തന്നെ വാക്സിൻ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, അത് ഏതെങ്കിലും ബാച്ചിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകളുണ്ടോ? ഈ വാക്സിൻ എടുക്കുന്ന രീതി എല്ലായിടത്തും വളരെ കൃത്യമായിട്ടാണോ എടുക്കേണ്ടത്? ചിലത് ചർമ്മത്തിന് വളരെ ആഴത്തിലേക്ക് പോകാതെ ചർമ്മത്തിനോട് ചേർന്ന് എടുക്കേണ്ട വാക്സിനുകൾ, അതിൻ്റെ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുണ്ട്, കുത്തിവെപ്പ്. അപ്പോൾ ആ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ആശങ്ക കൂടി ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് നിസ്സഹായരായി പോകുന്ന കുട്ടികൾ, നായകൾ ഉൾപ്പെടെയുള്ള പേവിഷബാധ സാധ്യതയുള്ള ഈ മൃഗങ്ങളുടെ ആക്രമണത്തിന് വിധേയമാകുന്ന കുട്ടികളുടെ മരണം ഉണ്ടാകുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. ഇപ്പോൾ നിയ ഫൈസലിൻ്റെ മരണം ഇന്ന് രാവിലെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടത്. SAT ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞത് നേരത്തെ തന്നെ ആഴത്തിൽ ഞരമ്പുകൾക്ക് തന്നെ നേരിട്ട് കടിയേറ്റിരുന്നു. ഞരമ്പുകൾക്ക് നേരിട്ട് കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വൈറസ് ശരീരത്തിനകത്തേക്ക് വളരെ വേഗത്തിൽ പ്രവേശിക്കും. വാക്സിൻ എടുത്ത ശേഷവും ഈ വാക്സിൻ പ്രവർത്തിക്കാനാകുന്ന ഒരു സമയം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ആ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പ്രതിരോധം പാളുന്നോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഡോക്ടർ A. അൽത്താഫ്, കമ്മ്യൂണിറ്റി മെഡിസിൻ പ്രൊഫസർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഡോക്ടർ A. അൽത്താഫ്, സ്വാഗതം ന്യൂസ് പ്ലസിലേക്ക്. ഇതിപ്പോൾ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. 3 കുട്ടികളുടെ ജീവനാണ് സമീപകാലത്ത് കേരളത്തിൽ നഷ്ടമായിട്ടുള്ളത്. വാക്സിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് വരുന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ ഡോക്ടർ A. അൽത്താഫ്? തീർച്ചയായും ഇല്ല. കാരണം റാബീസ് പോലുള്ള ഒരു രോഗം, 100% മരണനിരക്കുള്ള ഒരു രോഗം, അതിനുള്ള ഏക പ്രതിരോധ മാർഗം, ഏക പ്രതിവിധി എന്ന് പറയുന്നത് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ ഇതുവരെയുള്ള അതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 3-4 ദശകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാക്സിൻസാണ് നമ്മൾ റാബീസ് വാക്സിനേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവും ആയിട്ടുള്ള വാക്സിനാണ്. ഇതിപ്പം ലോകം മുഴുവൻ കൊടുത്തിട്ടുള്ള വാക്സിൻ ഫെയിലുവറിൻ്റെ കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ തുച്ഛം. 1.5 കോടി വാക്സിൻസ് കൊടുക്കുമ്പോൾ അതിൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു 40ഓളം കേസുകൾ മാത്രമാണ് ഇതുവരെ ഫെയിലിയറായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഓൾമോസ്റ്റ് 100% ഫലപ്രദവും സുരക്ഷിതവുമായിട്ടുള്ള വാക്സിനാണ്. ഇത് തന്നെയാണ് രോഗപ്രതിരോധത്തിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗവും. ഇത് മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ. നമുക്ക് വിശദമായി വരാം, ഓരോന്നായി ചോദിച്ചു പോകാം നമുക്ക്. അതായത് ഈ ഏതെങ്കിലും ഒരു ബാച്ച് വാക്സിൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടാകാൻ, ഗുണനിലവാര പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഇത് വളരെ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കേണ്ടതാണല്ലോ. എല്ലാ ആശുപത്രികളിലും അത്ര ശീതീകരിക്കാനാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഉണ്ടായാൽ തന്നെ അവിടെ എല്ലായിടത്തും ജനറേറ്റർ ഉണ്ടാകണമെന്നില്ല. അങ്ങനെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെല്ലാം ഈ ബാച്ച് ഒരു വാക്സിൻ്റെ ഈ ശേഷിയെ ബാധിക്കുമോ? അങ്ങനെ ഒരു ബാച്ചിന് ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്? സാധാരണഗതിയിൽ ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലൂടെ നൽകുന്ന വാക്സിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം നമുക്ക് ഓൾറെഡി ഇതിനുള്ള ഇത് വാക്സിൻ പ്രൊക്യൂർ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ എല്ലാ സർക്കാർ ആശുപത്രികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈവൻ കറണ്ട് സപ്ലൈ, ഇലക്ട്രിസിറ്റി സപ്ലൈ ഫെയിലിയർ ഉണ്ടെങ്കിൽ പോലും അത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ആശുപത്രികളുണ്ട്. മാത്രമല്ല ഇതങ്ങനെ ഒരു മൈനസ് ഡിഗ്രിയിലൊക്കെ സൂക്ഷിക്കേണ്ടതല്ല. 2 to 8 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ അഥവാ കുറച്ച് സമയത്തേക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് റെഫ്രിജറേറ്ററിനകത്തുള്ള ടെമ്പറേച്ചറിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് കേടാവുന്ന വാക്സിനല്ല. അത് വാക്സിൻ ആ രീതിയിലുള്ള ഒരു ഫെയിലിയർ നമുക്ക് ഇതുവരെയ്ക്കും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള അങ്ങനെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെയ്ക്കും. പിന്നെ ഉള്ളത് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ ടെക്നിക്കുകളെ കുറിച്ച്. ഡോക്ടർ, ഒരു കാര്യം, ഇതിലിപ്പോൾ ഈ കാര്യം 2 കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ വാക്സിനുകളെ പറ്റി പല വിധത്തിലുള്ള കുപ്രചാരണങ്ങൾ, അല്ലെങ്കിൽ വാക്സിനുകൾ എടുക്കരുത് എന്ന വിധത്തിൽ വലിയ പ്രചാരണങ്ങൾ പല കോണുകളിൽ നടക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ കോവിഡ് വാക്സിനേഷൻ്റെ സമയത്തെല്ലാം തന്നെ വ്യാപകമായി കണ്ടതാണ്. അപ്പോൾ ഈ വാക്സിനുകൾക്കെതിരെ പ്രചാരണം നടത്തുന്നവർക്ക് ഇത് യഥാർത്ഥത്തിൽ ഒരു വടിയായി മാറുകയില്ലേ? അതിനെ പ്രതിരോധിക്കാൻ വൈദ്യശാസ്ത്രത്തിന് എങ്ങനെ സാധിക്കും? അല്ലേ, ഇത് നമ്മൾ തന്നെ വരുത്തി വെച്ച ഒരു വിനയാണ് ഈ സ്ട്രേ ഡോഗ്സ്, അതായത് തെരുവ് നായ ശല്യം. കേരളത്തിൽ ഏതാണ്ട് 4 ലക്ഷം മുതൽ 17 ലക്ഷം വരെ ഉണ്ടെന്നുള്ളതാണ് കണക്കുകൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ തന്നെ വിവിധ റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇത്രയും ലക്ഷക്കണക്കിന് തെരുവ് നായകളെ ഇട്ടിട്ട് അതിനിടയ്ക്ക് ഈ 3.5 കോടി മനുഷ്യർ ജീവിക്കുമ്പം അതിൽ തെരുവ് നായയുടെ കടിയും കൊള്ളണം, എന്നിട്ട് വാക്സിനും എടുക്കരുത്, അല്ലെങ്കിൽ വാക്സിൻ ഫലപ്രദമായുള്ള പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് അത് കരുതാൻ കഴിയും. കാരണം ഈ കടിയേൽക്കുന്നത് മുഴുവൻ തെരുവിൽ നടക്കുന്ന സാധാരണ മനുഷ്യരാണ്.
അവർക്ക് കാറിലോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലോ സഞ്ചരിക്കാനുള്ള അവസരമില്ല. അങ്ങനെയുള്ള സാധാരണക്കാരും കൊച്ചുകുട്ടികളും ചെറുപ്പക്കാരും സ്ത്രീകളും വൃദ്ധന്മാർക്കുമാണ് ഈ കടി കിട്ടുന്നതും ഇത് റാബീസ് വന്ന് മരണപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനെ വിമർശിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ ഇവർക്ക് നമുക്ക് ഒന്നാമത്തെ കാര്യം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തെരുവുനായ ശല്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് നമുക്ക് ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ, ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ ശക്തമായിട്ടുള്ള നടപടികൾ, അതിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കടിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ചെയ്യണം. അതിൽ ഇപ്പം ഈ കടിയേൽക്കുന്ന രോഗികൾക്ക് അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് എന്നുള്ള സംഗതി, അതായത് ആ കടിയേൽക്കുന്ന ഭാഗത്തുകൂടെയാണ് വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്, റാബീസിൻ്റെ വൈറസ്. അതിൽ ഏതാണ്ട് 80-90% വൈറസും നല്ലവണ്ണം റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വൈറസിനെ നശിപ്പിക്കാൻ സാധിക്കും, വൈറൽ ലോഡ് കുറയ്ക്കാൻ സാധിക്കും ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അത് തന്നെ വാക്സിൻ്റെ ഇതിനേക്കാൾ ഫലപ്രദമായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ബാക്കി ഒരു 10% വൈറസാണ് ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നത്. അത് കൃത്യമായിട്ട് ഇപ്പോൾ ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ നിർഭാഗ്യകരമായ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള രോഗികളുടെ കാര്യത്തിൽ തലയിലും കഴുത്തിലും ഒക്കെ കടിയേറ്റതും, കയ്യിലാണെങ്കിൽ പോലും ആഴത്തിൽ ഞരമ്പുകളെ സ്പർശിക്കുന്ന രീതിയിലുള്ള കടിയേറ്റതും ഒക്കെയാണ് ഇതിൻ്റെ കാരണമെന്ന് നമുക്കിപ്പം അനുമാനിക്കുന്നു, ഇപ്പം നിലവിലുള്ള ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ട്. ഇത് ഒരു തീർത്തും അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണിത്, നിർഭാഗ്യകരവുമാണ്. അതല്ലാതെയുള്ള ഡോക്ടർ, ഈ കടിയേൽക്കുന്ന ഉടൻ തന്നെ റണ്ണിംഗ് വാട്ടറിൽ ആ മുറിവേറ്റ ഭാഗം കഴുകുക, അതിനോടൊപ്പം തന്നെ സോപ്പ് ഉപയോഗിച്ച് നിരന്തരമായി 20 മിനിറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന പ്രോട്ടോകോൾ പ്രകാരം 20 മിനിറ്റോളം കഴുകുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നു. അപ്പോൾ അത് പലരിലും വലിയ രീതിയിലുള്ള അജ്ഞതയുണ്ട്. ചെറിയ രീതിയിൽ പട്ടി അല്ലെങ്കിൽ ഈ നായ മാന്തുകയോ അല്ലെങ്കിൽ പൂച്ച, പശു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ സക്കിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോലും ഇത് പുറത്തു പറയാനാവാത്ത ഒരു സാഹചര്യമുണ്ട്. അത് കൃത്യമായ അവബോധം നൽകുന്നതിന് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാജയം ഉണ്ടായിട്ടുണ്ടോ? ഈ തെരുവുനായ വിഷയം നമ്മൾ വേറെ തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം തെരുവുനായ വന്ധ്യംകരണത്തിന് മാത്രമേ നിലവിൽ നമ്മുടെ നിയമങ്ങൾ അനുവദിക്കുന്നുള്ളൂ എന്നൊരു വിഷയം കൂടി അവിടെയുണ്ട്. ഇതിൽ ആരോഗ്യ വകുപ്പ് ചെയ്യാനുള്ളത് എന്തെല്ലാമാണോ അതെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു എളിയ ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നിരീക്ഷണം ഇക്കാര്യത്തിൽ. കാരണം ഇപ്പോൾ നിങ്ങൾ ഏത് സർക്കാർ ആശുപത്രികളിൽ പോയി, ഒന്നാമത്തെ കാര്യം കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സർക്കാർ ആശുപത്രികളും, ഏതാണ്ട് 650ഓളം സർക്കാർ ആശുപത്രികളിൽ ഈ വാക്സിൻ സൗജന്യമായിട്ട് ലഭ്യമാണ്. അതുപോലെ ഏതാണ്ട് 100ഓളം ആശുപത്രികളിൽ ഇതിൻ്റെ ഇമ്യൂണോഗ്ലോബുലിൻ ലഭ്യമാണ് സൗജന്യമായിട്ട്. ഇത് ഇന്ത്യയിൽ തന്നെ വേറെ ഒരു സംസ്ഥാനത്തും ഇല്ല ഇങ്ങനെയുള്ള ഒരു സംവിധാനം. സൗജന്യമായിട്ട് സമ്പൂർണ്ണ റാബീസ് വാക്സിനേഷൻ കൊടുക്കുന്ന വേറെ ഒരു സംസ്ഥാനവും ഇല്ല ഇന്ത്യയിൽ. ഇതെല്ലാം ലഭ്യമാണ്. അതുപോലെ ഇപ്പം ഇതിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ ആണെങ്കിൽ ഏത് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബോർഡുകളും പരസ്യവാചകങ്ങളും ഒക്കെ കാണാൻ കഴിയും. റാബീസ് വന്നു കഴിഞ്ഞാൽ, മൃഗങ്ങളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്. അതല്ലാതെ ആരോഗ്യവകുപ്പിൻ്റെ പരസ്യ പ്രചാരണങ്ങളിൽ, വീഡിയോകളിൽ, അല്ലെങ്കിൽ അതിൻ്റെ IEC മെറ്റീരിയൽസ് മറ്റ് വെബ്സൈറ്റിൽ എല്ലായിടത്തും അത് വളരെയധികം ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് മുഖ്യധാര മാധ്യമങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അത് നമ്മളിപ്പോൾ മറ്റു പല കാര്യങ്ങളും എത്രത്തോളം അപ്രധാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് ബോധവൽക്കരണം നടത്താൻ എല്ലാ മാധ്യമങ്ങൾക്കും അതിനുള്ള ഉത്തരവാദിത്വം. ഉറപ്പായും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം തന്നെ വിശദമായി അങ്ങേപോലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ചോദിച്ചറിയുന്നത്. വളരെ നന്ദി ഡോക്ടർ എ അൽത്താഫ് നമുക്കൊപ്പം സംസാരിച്ചതിന്. അശാസ്ത്രീയത പ്രചരിപ്പിക്കുകയല്ല, വാക്സിനെതിരായ പ്രചരണങ്ങൾ നടത്തുകയല്ല, യഥാർത്ഥത്തിൽ കൃത്യമായ പ്രതിരോധ മാർഗം സ്വീകരിക്കുക തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ തെരുവുനായയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ പൊളിച്ചെഴുതുക എന്നുള്ളതും പ്രധാനപ്പെട്ടതായി ഡോക്ടർ ചൂണ്ടിക്കാട്ടുകയാണ്.